കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ നിന്ന് നമ്മളോടൊപ്പം രാഹുൽ സുരേഷ് ചേരുകയാണ്. രാവിലെ വോട്ടൊക്കെ രേഖപ്പെടുത്തുന്നത് കണ്ടു. വലിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. റോഷി അഗസ്റ്റിൻ കുറെ തവണകളായി അവിടെ നിന്ന് വിജയിച്ചു വരുന്നുണ്ടെങ്കിലും റോയ് കെ പൗലോസ് ഇത്തവണ ഒട്ടും മോശപ്പെട്ടൊരു സ്ഥാനാർത്ഥിയല്ല. സ്വാഭാവികമായും വലിയ മത്സരമുണ്ടാകും. മഴച്ചാറ്റലുണ്ടെന്ന് കേൾക്കുന്നു. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മഴച്ചാറ്റലുണ്ട്, ചാറ്റൽ മഴയും അതുകൂടാതെ ഇടിയും ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ 2 മണിക്ക് ലൈവ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന്. ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നതും അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ വോട്ടർമാരുടെ കൈകളിലേക്കൊക്കെ നോക്കുമ്പോൾ കാണാം അവരൊക്കെ കൊടയായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഇടിമുഴക്കം ഉണ്ടായിരുന്നു, മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ മഴയൊന്നും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചാറ്റൽ മഴയാണ് എന്നുള്ളതാണ്. എന്താ മഴയായിട്ടാണോ കൊടയൊക്കെ ആയിട്ട് വന്നേ? മഴ പെയ്ത് വന്നിട്ട് ആരാ വോട്ട് ചെയ്യാൻ വന്നേക്കുന്നേ? അച്ഛൻ്റെ അമ്മയുടെ കൂടെ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന 2 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് സൂചിപ്പിച്ച പോലെ തന്നെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ഇടുക്കി മണ്ഡലം മാറുകയാണ്. തുടർച്ചയായ 6ാം വിജയം തേടിയാണ് റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള റോയ് കെ പൗലോസ് കന്നി പോരാട്ടം കൂടിയാണ്, കൈപ്പത്തി ചിഹ്നത്തിൽ കൂടിയാണ് അവർ മത്സരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ഡലം പിടിച്ചെടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഒരു നീണ്ട ക്യൂ 2 ഭാഗങ്ങളിലും, സ്ത്രീകളുടെ ഭാഗത്താണെങ്കിലും പുരുഷന്മാരുടെ ഭാഗത്താണെങ്കിലും ഒരു നീണ്ട ക്യൂ കാണാം. പ്രായമായ ആളുകളൊക്കെ ഈ ബെഞ്ചിലിരിക്കുന്ന കാഴ്ചകൾ കൂടി കാണുകയാണ്. അമ്മജി കുറെ നേരമായി വന്നിട്ട്? തിരക്കില്ലാന്നോർത്ത് വന്നതാണോ ഇപ്പോ? എത്ര നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്? അരമണിക്കൂറായല്ലേ? വൈകുന്നേര സമയങ്ങളിൽ ഈ തോട്ടം മേഖലയുണ്ട്, അതുകൂടാതെ വൈകിട്ട് തിരക്കൊക്കെ ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ ഓർത്താണ് പ്രായമായ ആളുകൾ ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ എത്തുന്നത്. പക്ഷേ വോട്ട് ചെയ്യാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അത്യാവശ്യം എല്ലാ പോളിംഗ് ബൂത്തുകളിലും ആവശ്യത്തിന് തിരക്കുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ വരുന്ന നിമിഷങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. സമയം 5 മണിയായിരിക്കുന്നു. ഇതുവരെ 3 മണി വരെയുള്ള പോളിംഗ് ശതമാനമാണ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്. അതുവരെയുള്ള കണക്ക് പ്രകാരം 62.35% ജില്ലയിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്ന ശരാശരി പോളിംഗ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ളത് ദേവികുളം മണ്ഡലത്തിലാണ്. 63.87, ഉടുമ്പൻചോലയിൽ 63.60, തൊടുപുഴയിൽ 63.4. ഇടുക്കിയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇടുക്കി മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ തവണ 70% കൃത്യമായ പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ട മണ്ഡലമാണ്. ഇപ്പോഴും നീണ്ട ക്യൂ നമുക്ക് എല്ലാ ബൂത്തുകളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്.